ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. ഒരു മധുരക്കറിയാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എങ്ങനെ ചെയ്തതെന്ന് കാണാം. എന്താ നല്ല പഴുത്ത പൈനാപ്പിളാണ് കേട്ടോ ഇത്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ആദ്യം ഒന്ന് വേവിക്കാൻ വയ്ക്കാം. പൈനാപ്പിളെല്ലാം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. അതാകുമ്പോൾ ഒരു വിസിൽ അടിച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം നമുക്ക്. നമുക്കിതിലേക്ക് ഒരു 4 പച്ചമുളക് ഇങ്ങനെ നെടുകെ പുറന്നിടാം. എരിവിന് ആവശ്യമായ വേറെ മുളക് പൊടിയൊന്നും നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എരിവിന് വേണ്ടി പച്ചമുളക്, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ. വേവിക്കാൻ വയ്ക്കും. നമുക്ക് അരപ്പിന് ആവശ്യമായ തേങ്ങ, 1 കപ്പ് തേങ്ങയുണ്ട്. അതിൻ്റെ കൂടെ 3/4 ടീസ്പൂൺ ജീരകം, പിന്നെ വേണ്ടത് 2-3 അല്ലി വെളുത്തുള്ളി, 2-3 അല്ലി ചുവന്നുള്ളി. ഇത്രയും നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അല്പം വെള്ളം ഒഴിച്ചൊന്ന് ഒതുക്കിയിട്ട് നമുക്ക് ബാക്കി ഞാൻ തൈര് ഒഴിച്ചാണ് പിന്നെ അരയ്ക്കുന്നത്. തേങ്ങ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് തൈര് കൂടി നമുക്ക് ഒഴിച്ച് അടിച്ചെടുത്തിട്ട് ഞാൻ തൈര് ഒഴിച്ച് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി താളിക്കാനുള്ള ഉള്ളി ഒന്ന് വട്ടം കട്ട് ചെയ്തെടുക്കാം. കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കുറച്ച് പൈനാപ്പിൾ കഷ്ണങ്ങൾ ഒന്ന് അരച്ചെടുക്കാം. ബാക്കി നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റി അരപ്പ് ചേർത്ത് ഇളക്കിയെടുക്കാം. പൈനാപ്പിൾ കയ്യെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടു. ഈ കഷ്ണങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരെ കൊണ്ട് കഴിപ്പിക്കാൻ ഇതേ മാർഗ്ഗമുള്ളൂ. കഷ്ണങ്ങൾ അങ്ങോട്ട് അരച്ച് ചേർത്തേക്കുക. പിന്നെ ചാറിന് ഒരു തിക്നെസ്സും കിട്ടും. കറിക്ക് കുറച്ചുകൂടി നല്ല സ്വാദും ഉണ്ടാവും. ഇതിലേക്ക് അല്പം മധുരം ഇട്ട് കൊടുക്കണം. ഇതിലൂടെ അല്പം പഞ്ചസാരയാണ് ഇടുന്നത്. ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. അല്പം ചാറ് കൂടി വേണം നമുക്ക്. അപ്പോൾ ഈ മിക്സിയുടെ ചാറൊന്ന് കഴുകി. നമുക്ക് അതിൻ്റെ പുളി ഒന്ന് നോക്കാം. പുളി പോരെങ്കിൽ അല്പം തൈര് കൂടി ഒഴിച്ച് കൊടുക്കണം. ചെറുതീയിൽ വേണം ഇത് വെക്കാനായിട്ട് കേട്ടോ. ഇത്തിരി കൂടിയ തീയിൽ വെച്ചാൽ പെട്ടെന്ന് അങ്ങ് തിളച്ച് പിരിഞ്ഞു പോകും. ഉപ്പ് വേണം. പുളി കൂടി ഇതിൻ്റെ ചാറ് കണക്കാക്കി നമുക്ക് വെള്ളം ഒഴിച്ച് ഇത് പയ്യെ തിളച്ച് വരുമ്പോൾ നമുക്ക് താളിക്കാൻ തുടങ്ങും. നമ്മുടെ കറി ഇങ്ങനെ നൊര വന്നിട്ടുണ്ട്. തിളയ്ക്കണ്ട, ഒരുപാട് തിളച്ചാൽ പിരിഞ്ഞു പോകും. നമുക്കിപ്പോൾ ഇങ്ങനെ ഈ പരുവത്തിൽ ഇത് ഇറക്കി വെച്ചിട്ട് കടുക് താളിച്ചിടാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ മൂത്ത് വരുമ്പോൾ നമുക്ക് വറമുളക് ഇട്ട് കൊടുക്കാം. ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് നല്ല ചുമക്ക് മൂത്ത് വരണം.
നല്ലൊരു പൈനാപ്പിൾ പുളിശ്ശേരിയാണ് കേട്ടോ ഇത്. ത്രിവേണി സംഗമം പോലെ ആ എരിവും പുളിയും മധുരവും ഒക്കെ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന ആ സ്വാദ് ഇത്തരം കറികൾക്ക് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ നൽകുന്നത്. ഉള്ളിയൊക്കെ ചുവന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ബാക്കി മൂപ്പായിക്കോളൂ. നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. അല്പം നേരം ഇളക്കിയിട്ട് നമുക്ക് ഇതാ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഇട്ട് ഇത് നമ്മൾ ഉടനെ ഇളക്കരുത്. നമ്മൾ കറി എടുക്കുന്ന സമയത്തെ ഇത് ഇളക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ കറിയുടെ മുകളിൽ ആ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമുക്ക് അടച്ച് വെച്ചിട്ട് അല്പസമയം കഴിഞ്ഞ് കറി എടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. എൻ്റെ ഇവിടെ ഇത് കണ്ടോ, പൈനാപ്പിളിൻ്റെ കൂമ്പ് ഇതുപോലെ കിട്ടുമ്പോൾ നിങ്ങളിങ്ങനെ വെള്ളത്തിലിറക്കി വെച്ചിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ ഇതിൽ വേറെ ഇറങ്ങും. അപ്പോൾ അത് നട്ട് വെച്ചാൽ വീണ്ടും ഒരു പൈനാപ്പിൾ നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഒരാഴ്ച മുന്നേ വെച്ചിരുന്നതാണ്. 3 ദിവസം പോരാ കേട്ടോ, ഒരു 7 ദിവസമെങ്കിലും വേണം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ വേറെ ഇറങ്ങും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പൈനാപ്പിൾ ചെടി കിട്ടും. ഓക്കെ, താങ്ക് യു.